തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമാണ് നേടിയത്. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം, പ്രത്യേകിച്ചും മുസ്ലിം സമുദായം ഒന്നടങ്കം കേരളത്തിൽ UDFന് വേണ്ടി വോട്ട് ചെയ്തു. തൃശൂരിൽ ക്രിസ്ത്യൻ സമുദായം സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തതും ശ്രദ്ധേയം. മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറഞ്ഞു തൃശൂർ. അങ്ങനെ കേരളത്തിൽ NDA ഒരു സീറ്റ് നേടി, LDF ഒരു സീറ്റ് നേടി, ബാക്കിയെല്ലാം UDF തൂത്തുവായിരുന്നു. ഈ തൂത്തൊക്കെ വാരി കഴിഞ്ഞ ശേഷം നമ്മുടെ നടേശഗുരു എത്തിയിരിക്കുന്നു. നടേശഗുരു ഇപ്പോ ഇടതുപക്ഷത്തിൽ തള്ളിയാണ് എത്തിയിരിക്കുന്നത്. മുമ്പ് ഇടതുപക്ഷ സർക്കാർ സത്യപ്രതിജ്ഞ നടത്തിയപ്പോ നടേശഗുരു അവിടെ ചെന്നിരുന്നു. നടേശഗുരു പിണറായിയെ വാനോളം പുഴട്ടി സത്യപ്രതിജ്ഞയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പത്രപ്രവർത്തകരായി പങ്കുവച്ചു. നടേശഗുരു CPMന് അനുകൂലമാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ നടേശഗുരുവിനെ വിശ്വസിക്കാൻ പറ്റില്ല, വെള്ളാപ്പള്ളി നടേശഗുരുവിനെ. അതൊന്നേ എല്ലാവർക്കും അറിയാം. ഇപ്പോ എറണാകുളം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMനെതിരെ വെള്ളാപ്പള്ളി നടേശഗുരു എത്തിയിരിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും നീതി കിട്ടുന്നില്ല എന്നാണ് നടേശഗുരുവിന്റെ ആരോപണം. അതിന്റെ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഇന്നലകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ച ഇവർ ഇപ്പോൾ മാറി ചിന്തിച്ചു. ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ചിന്തയെന്ന് നടേശഗുരു പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം ഇടതുപക്ഷം നൽകുന്നുണ്ടെന്നാണ് നടേശഗുരുവിന്റെ പുതിയ കണ്ടുപിടുത്തം. ഇഴവർക്ക് ചോദിക്കുന്നതൊന്നും തരുന്നില്ല എന്നുള്ളതാണ് നടേശഗുരുവിന്റെ കണ്ടുപിടുത്തം. തരുന്നതെന്ന് വെച്ചാൽ ഈ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഒക്കെ നടേശഗുരു കുറെ കാലം കൊണ്ട് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത്രയും മതി എന്നാണ് ഇടതുപക്ഷം തീരുമാനിച്ചത്. ഈ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും നിയമനം നടത്തിയാൽ നടേശഗുരുവിന് വീഴുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതുകൊണ്ട് നടേശഗുരുവിന് അതിൽ താല്പര്യമുണ്ട്. എന്താ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ അനുവദിക്കണം ഇഴവർക്ക്. തൽക്കാലം ഇഴവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. മാത്രമല്ല, ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കണം എന്ന് പറയാനുള്ള ശക്തിയും ഇഴവ സമുദായത്തിനുണ്ട്. പക്ഷെ നടേശഗുരു പറയുമ്പോഴാണ് അതിന്റെ പ്രശ്നം. നടേശഗുരു ഇഴവ സമുദായത്തിന് സ്കൂളുകളും കോളേജുകളും ഒക്കെ നേടിക്കൊണ്ട് അവിടെ കൈക്കൂലി വാങ്ങി ഓരോരുത്തരെ നിയമിക്കുന്നു. അങ്ങനെ നിയമിച്ച് നടേശഗുരു ഗുരുവായി മാറുന്നു. SNDP കോളേജുകളിലും SNDP സ്കൂളുകളിലും SNDPയുടെ അനുബന്ധ സ്ഥാപനങ്ങളിലും BEd കോളേജുകൾ അടക്കമുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ SNDPക്കുണ്ട്. അവിടെ എത്ര ഇഴവർ പഠിപ്പിക്കുന്നു, എത്ര ഇഴവർക്ക് ജോലി ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് പൊളിറ്റിക്സ് കേരള നിരത്തി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ടി വരും. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. കുറച്ച് ക്ഷോഭമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അയാൾ അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു ചെറ്റയാണ്. അയാൾക്ക് തോന്നിയെടുത്ത് അയാൾ നിൽക്കും. അയാളുടെ ഉദ്ദേശം പണം മാത്രമാണ്. SNDP സമുദായത്തെ അയാൾ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അയാൾ പറയുന്നു ഇടതുപക്ഷം ഇഴവരെ കൈവിട്ടതിന് ഉള്ള ശിക്ഷയാണ് ലഭിച്ചതെന്ന്. അത് പറയാൻ ഇയാൾക്ക് ഒരു അവകാശവുമില്ല. ഇയാൾ എപ്പോഴും നിൽക്കുന്നത് ഇടതുപക്ഷം ജയിക്കുമ്പോൾ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയും, UDF ജയിക്കുമ്പോൾ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയും, BJP ജയിച്ചത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയും. ഇങ്ങനെ ആടി നിൽക്കും നടേശഗുരു. എന്തായാലും നടേശഗുരു ഇപ്പോൾ പറയുന്ന മറ്റൊന്നും കൂടെ ഉണ്ട്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നോ, അതായത് മുസ്ലിം സമുദായത്തിൽ നിന്നോ ദളിത് സമുദായത്തിൽ നിന്നോ പാർട്ടിയിൽ എത്തുന്നവർക്ക് ഡബിൾ പ്രൊമോഷൻ ലഭിക്കും, ഇഴവ സമുദായത്തിന് പ്രൊമോഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പൊ പിന്നെ അത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നടേശഗുരു വീണ്ടും എത്തിയിരിക്കും. നടേശഗുരുവിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ കേരളം തയ്യാറെടുത്തില്ല. നടേശഗുരു ഇപ്പോൾ നിൽക്കുന്നത് ഒരു വള്ളത്തിലും കാലൂന്നാതെയാണ്. മുമ്പാണെങ്കിൽ UDF വള്ളത്തിൽ കാലൂന്നും, അല്ലെങ്കിൽ LDF വള്ളത്തിൽ കാലൂന്നി, ഇടയ്ക്ക് BJPയിൽ കാലൂന്നി നാറി. ഇനി നാറാൻ ബാക്കിയൊന്നും നടേശഗുരുവിന് ബാക്കിയില്ല. ഇപ്പോൾ നടേശഗുരുവിന് വേണ്ടത് വേറൊന്നുമല്ല, കുറെ എയ്ഡഡ് കോളേജുകളും കുറെ എയ്ഡഡ് സ്കൂളുകളുമാണ്. എങ്കിലല്ലേ നടേശഗുരുവിന് ചില്ലറ അടിക്കാൻ പറ്റൂ. ഇയാൾക്ക് ആവശ്യത്തിനുള്ള പൈസ ഇല്ലേ? അയ്യേ, ഇയാളെ കുറിച്ച് പറയുമ്പോ തന്നെ നാണക്കേട് വന്നു.
വളരെ വളരെ നാണക്കേട്.